യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, സ്നേഹം എന്ന വാക്കിൻ്റെ ആഴമേറിയ അർത്ഥത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. പലപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നാം പറയുമ്പോൾ അത് കേവലം നമ്മുടെ തലച്ചോറിലെ, പ്രത്യേകിച്ച് ലിംബിക് സിസ്റ്റത്തിലെ ചില രാസപ്രക്രിയകളുടെ ഫലമായി ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ മാത്രമായിരിക്കാം. വെൻ വി സേ ഐ ലവ് യു ടു സംബഡി, ഡോപ്പമീൻ, സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ, സന്തോഷ ഹോർമോണുകൾ എന്ന വൈദ്യശാസ്ത്രത്തിൽ ഇവയെ വിശേഷിപ്പിക്കുന്നു. ഇത് പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇഷ്ടം മാത്രമാണോ അത്? എന്നാൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ സ്നേഹം കേവലം ഒരു ജൈവിക പ്രതികരണമല്ല, മറിച്ച് ഒരു തിരഞ്ഞെടുപ്പും ജീവിത രീതിയുമാണെന്നാണ്. സ്നേഹം ക്ഷമയും ദയയുമുള്ളതാണ്. അത് അസൂയപ്പെടുന്നില്ല, പൊങ്ങച്ചം പറയുന്നില്ല, അഹങ്കരിക്കുന്നില്ല, പരുഷമായി പെരുമാറുന്നില്ല, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, തിന്മയിൽ സന്തോഷിക്കുന്നില്ല, മറിച്ച് സത്യത്തിൽ ആനന്ദിക്കുന്നു. സകലതും സഹിക്കുകയും വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നതാണ് ഈ സ്നേഹം. 1 കൊരിന്ത്യർ 13 4 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗം. ഗലാത്യർക്കുള്ള ലേഖനത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മീയ നിയന്ത്രണം എന്നിവയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻ. ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണ മാതൃക നമുക്ക് കാണിച്ചു തന്നത് കാൽവരിയിലെ ക്രൂശിലാണ്. അവിടെ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ പാപികളായ നമുക്ക് വേണ്ടി ക്രിസ്തു സ്വയം ബലിയായി അർപ്പിച്ചു. നാം സാധാരണയായി സ്നേഹിക്കുന്നത് നമുക്ക് തിരികെ സ്നേഹം ലഭിക്കുമ്പോഴാണ്. നമ്മുടെ തലച്ചോറിലെ അമിഗ്ഡല സ്നേഹം തിരിച്ചറിയുമ്പോൾ മാത്രം, സെൻസ് ചെയ്യുമ്പോൾ മാത്രം. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നിരുപാധികമായിരുന്നു. അതിനാൽ അടുത്ത തവണ ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നാം ആരോടെങ്കിലും പറയുമ്പോൾ കൊരിന്ത്യർക്കുള്ള ലേഖനത്തിലെ സ്നേഹത്തിൻ്റെ കൃത്യമായ നിർവചനം നാം നമ്മിൽ തന്നെ മാതൃകയാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. നമ്മുടെ സ്നേഹം കേവലം ശാരീരികമായ ഇഷ്ടങ്ങൾക്കപ്പുറം ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് സാമ്യമുള്ളതാകട്ടെ. ആമേൻ.